ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ചെർപ്പുളശ്ശേരി സഹകരണ അർബൻ ബാങ്കിൽ സാമ്പത്തിക തിരിമറി ആരോപണവുമായി BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് ജി വാര്യർ രംഗത്തെത്തി. അയ്യപ്പൻകാവിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് തുടങ്ങി കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. പരാതിയുമായി എത്തുന്നവരെ പോലീസ് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നതായും സന്ദീപ് വാര്യർ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ചെർപ്പുളശ്ശേരിയിലെ സഹകരണ അർബൻ ബാങ്കിന്റെ ഭരണസമിതി CPM-ന്റെ നിയന്ത്രണത്തിലാണ്. CPM-ന്റെ ഏരിയ തലത്തിലെ, ജില്ലാ തലത്തിലെ നേതാക്കളുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് ഈ ഭരണസമിതിയിലുള്ളത്, അവിടെ ജീവനക്കാരായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവരെ എല്ലാവരെയും വിശ്വസിച്ച് അവിടെ പണം നിക്ഷേപിച്ചവർ, അവിടുന്ന് വായ്പ എടുത്തവർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും വഞ്ചിക്കപ്പെട്ടവരുണ്ട്. ആ വസ്തുക്കൾ ബോധ്യപ്പെടാൻ വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള അന്വേഷണം വാസ്തവത്തിൽ ഞെട്ടിക്കുന്ന രേഖകളാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു തന്നത്. ഞങ്ങൾ കരുതിയത് ചെർപ്പുളശ്ശേരിയിലെ CPM നേതൃത്വം, പാലക്കാട് ജില്ലയിലെ CPM നേതൃത്വം, അതിൽ നിന്ന് വായ്പ എടുത്തവരെയും നിക്ഷേപകരെയും മാത്രമാണ് വഞ്ചിച്ചത് എന്നാണ് ഞങ്ങൾ കരുതിയത്. ചെർപ്പുളശ്ശേരിയിലെ സഹകരണ അർബൻ ബാങ്ക് നടത്തിയ തട്ടിപ്പ് കേവലം അതിൽ നിക്ഷേപകരായിട്ടുള്ള, അംഗങ്ങളായിട്ടുള്ള മനുഷ്യരിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ വന്ന രേഖകൾ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുന്നിൽ വന്ന രേഖകൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. കേവലം നിക്ഷേപകരെ മാത്രമല്ല, നമുക്കറിയാം ചെർപ്പുളശ്ശേരിയിലെ അയ്യപ്പൻകാവ് മലബാറിലെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം. ആ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ലക്ഷക്കണക്കിന് വിശ്വാസികൾ വരുന്ന ക്ഷേത്രം. ചെർപ്പുളശ്ശേരിയിലെ ഓരോ അയ്യപ്പ ഭക്തന്റെയും, ഈ പ്രദേശത്തെ പാലക്കാട് ജില്ലയിലെ, തൃശൂർ, മലപ്പുറം ജില്ലയിലേക്ക് അയ്യപ്പ ഭക്തരുടെ ഹൃദയവികാരമാണ് ചെർപ്പുളശ്ശേരിയിലെ അയ്യപ്പ ക്ഷേത്രം. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളുടെ, വിവാഹങ്ങളുടെ ഒക്കെ വേദിയാകുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായിട്ടുള്ള സാക്ഷാൽ അയ്യപ്പസ്വാമിയെ പോലും ഈ സഹകരണ അർബൻ ബാങ്കിന്റെ ഭരണസമിതിയും അയ്യപ്പൻകാവ് ഭരണസമിതിയും ചേർന്ന് വഞ്ചിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഞങ്ങളുടെ മുന്നിൽ വന്നത്. മനുഷ്യരെ മാത്രമല്ല, ദൈവത്തെ പോലും വിട്ടിട്ടില്ല. തട്ടിപ്പ് നടത്താൻ, ക്രമക്കേട് നടത്താൻ, കൊള്ള നടത്താൻ മനുഷ്യരുടെ പണം മാത്രമല്ല, ദൈവങ്ങളെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഇവിടെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ, ചെർപ്പുളശ്ശേരിയിൽ അയ്യപ്പൻകാവിൽ അയ്യപ്പ ഭക്തർ കൊടുക്കുന്ന, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കുന്ന, പ്രാർത്ഥനയായി കൊടുക്കുന്ന വഴിപാട് പണം, ആ പണം ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ ഭരണസമിതിയിലെ ആളുകളും അതിന്റെ മാനേജ്മെന്റിലെ ആളുകളും ജീവനക്കാരും സഹകരണ അർബൻ ബാങ്കിലെ ജീവനക്കാരും ചേർന്ന് അർബൻ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള തെളിവുകളാണ് ഞങ്ങളുടെ മുന്നിൽ വന്നത്. അയ്യപ്പൻകാവിൽ വഴിപാട് കൊടുക്കുന്ന, കാണിക്ക കൊടുക്കുന്ന പണം, അയ്യപ്പ ഭക്തന്റെ പണം ചെർപ്പുളശ്ശേരിയിലെ അർബൻ സഹകരണ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അനൌദ്യോഗികമായിട്ടുള്ള വ്യാജ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നു. അർബൻ ബാങ്കിന്റെ ഭരണസമിതിയും അയ്യപ്പൻകാവ് ഭരണസമിതിയും മാനേജ്മെന്റും അറിയാതെ ഇതൊരിക്കലും നടക്കില്ല. അന്വേഷണം നടത്തേണ്ട ചെർപ്പുളശ്ശേരിയിലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പോകുന്ന മുഴുവൻ പരാതിക്കാരെയും ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടുത്തെ CI, എന്താ പേര്, ശശികുമാർ എന്ന് പറയുന്ന CI അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പരാതി പറയാൻ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു.
പരാതികൾ FIR ഇടാൻ തയ്യാറാകുന്നില്ല. FIR ഇടാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പരാതിക്കാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് ചെർപ്പളശ്ശേരിയിലെ പോലീസ്, CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന് വേണ്ടിയിട്ട്. അയ്യപ്പൻകാവിന്റെ വിഷയത്തിൽ പരാതി കൊടുക്കാൻ പോയവരെ മാത്രമല്ല, മറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റ് തട്ടിപ്പുകളിൽ പരാതി കൊടുക്കാൻ പോയവരെയും ഭീഷണിപ്പെടുത്തി. ഈ സിഇക്ക് ആരാ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഭീഷണിപ്പെടുത്താൻ? എന്നിട്ട് പരാതി പറയാൻ പോയവരുടെ വിവരങ്ങൾ CPM-ന്റെ ആഫീസിലേക്ക് അയച്ചു കൊടുത്ത്, CPM നേതാക്കന്മാർക്ക് അയച്ചു കൊടുത്ത് പരാതികൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. സെറ്റിൽ ചെയ്യാൻ തയ്യാറല്ലാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു, സെറ്റിൽ ചെയ്യാൻ തയ്യാറുള്ള ഓഫറുകൾ കൊടുക്കുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ മുഴുവൻ മൂടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പക്ഷെ CPM നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് 2016 ശേഷം രാജ്യത്ത് ആരംഭിച്ചിട്ടുള്ള ബാങ്കിങ് ഡിജിറ്റലൈസേഷൻ, ഇനി നിങ്ങൾ എന്തൊക്കെ തട്ടിപ്പ് നടത്തിയാലും ആ ക്രമക്കേടുകളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് അവിടെ അവശേഷിക്കും. എത്ര കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന്, നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിന്ന് നിങ്ങൾ അത് മായ്ച്ചു കളയാൻ നോക്കിയവരെ പോലും പിടികൂടാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിപ്പ്, ഇതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഇരകൾക്ക് പറയാനുണ്ട്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക. .view ന്യൂസ്.